ശാസ്ത്രം, സാങ്കേതികവിദ്യ, എഞ്ചിനീയറിംഗ്, ഗണിതം എന്നീ മേഖലകളിലെ ഉന്നത പ്രതിഭകളുടെ കേന്ദ്രമായി വർഷങ്ങളായി മുന്നിട്ട് നിന്നിരുന്ന രാജ്യമാണ് അമേരിക്ക. എന്നാലിപ്പോൾ അമേരിക്കയ്ക്ക് ചെക്ക് വെച്ചുകൊണ്ട് ചൈനയും ഈ രംഗത്ത് ചുവടുറപ്പിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. H-1B വിസകൾ വെട്ടിക്കുറച്ച് കുടിയേറ്റത്തിൽ കർശന നിയന്ത്രണങ്ങൾ അമേരിക്ക കൊണ്ടുവന്നപ്പോൾ ആ അവസരം മുതലെടുത്ത യുവശാസ്ത്രജ്ഞരെയും സാങ്കേതിക വിദഗ്ധരെയും തങ്ങളുടെ രാജ്യത്തേക്ക് ക്ഷണിക്കുകയാണ് ചൈന. അതിനായി ചൈന അവതരിപ്പിക്കുന്ന പുതിയ നയമാണ് K-വിസ. ചൈനയുടെ സ്റ്റേറ്റ് കൗൺസിൽ അംഗീകാരം നൽകിയ K-വിസ ഈ വരുന്ന ഒക്ടോബറിൽ അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ചൈന. എന്താണ് K-വിസ? ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നടപടികൾക്കിടയിൽ ഇന്ത്യൻ പ്രതിഭകളെ ഈ വിസ എങ്ങനെ ആകർഷിക്കുമെന്നുള്ള കാര്യങ്ങളൊന്ന് നോക്കാം. ജോലി ആവശ്യങ്ങൾക്കുള്ള Z വിസ, പഠനത്തിനായുള്ള X വിസ, ബിസിനസിന് വേണ്ടിയുള്ള M വിസ, ടൂറിസത്തിനുള്ള L വിസ, ഉയർന്ന തരത്തിലുള്ള പ്രതിഭകൾക്കുള്ള R വിസ എന്നിങ്ങനെ വിവിധ തരം വിസകൾ ചൈനയിൽ ഇന്ന് നിലവിലുണ്ട്. ആ കൂട്ടത്തിലേക്കാണ് K-വിസ ചൈന അവതരിപ്പിക്കുന്നത്. ഒരു തൊഴിൽ ഓഫർ ആവശ്യമില്ലാത്ത എളുപ്പത്തിൽ ലഭിക്കുന്ന ഈ വിസ പ്രധാനമായും സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് രംഗത്തെ യുവ പ്രൊഫഷണലുകളെ മുന്നിൽ കണ്ട് പുറത്തിറക്കുന്നതാണ്. K-വിസയ്ക്ക് അംഗീകാരം ലഭിക്കുന്നവർക്ക് എത്ര തവണ ചൈനയിൽ പ്രവേശിക്കാനും പുറത്തു പോകാനും കഴിയും. താമസത്തിന്റെ കാലാവധി, വിസയുടെ സാധുതാ കാലയളവ് എന്നിവയുടെ കാര്യത്തിൽ ഇളവുകളും ലഭിക്കും. ചൈനയുടെ സാങ്കേതിക വികസനം ത്വരിതപ്പെടുത്തുക, സ്വയം പര്യാപ്തത കൈവരിക്കുക, ആഗോളതലത്തിൽ ശാസ്ത്ര ഗവേഷണത്തിന്റെ കേന്ദ്രമായി ചൈനയെ മാറ്റുക എന്നിവയുടെ ഭാഗമായിട്ടുള്ളതാണ് ഈ നീക്കം. അമേരിക്കക്കാർക്ക് മുൻഗണന നൽകാനായി H-1B വിസ നിയന്ത്രണങ്ങൾ അമേരിക്ക കർശനമാക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലായത് ഇന്ത്യക്കാരാണ്. എന്നാൽ അമേരിക്ക അടയ്ക്കാൻ ശ്രമിക്കുന്ന ആ വാതിൽ ഇന്ത്യ, ജപ്പാൻ, ദക്ഷിണ കൊറിയ പൗരന്മാരെ ലക്ഷ്യമാക്കി ചൈന ഇപ്പോൾ തുറക്കാൻ പോവുകയാണ്. വിദേശ ശാസ്ത്രജ്ഞരുടെയും ഗവേഷകരുടെയും സഹായത്തോടെ സാങ്കേതിക മേഖലകളിലും മറ്റു മേഖലകളിലും വേഗത്തിൽ മുന്നേറാൻ ഈ നയം സഹായിക്കുമെന്നും ചൈന കരുതുന്നുണ്ട്. ചൈനയുടെ വികസനത്തിന് ലോകമെമ്പാടുമുള്ള പ്രതിഭകളുടെ പങ്കാളിത്തം ആവശ്യമാണ്. ചൈനയുടെ വികസനം മറ്റു രാജ്യങ്ങൾക്കും അവസരം നൽകുന്നുണ്ട്. K-വിസയുമായി ബന്ധപ്പെട്ട് ചൈനീസ് സർക്കാർ പുറത്തിറക്കിയ ഒരു പ്രസ്താവനയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്. ചൈനയിൽ വെച്ച് നടന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കാൻ ഇന്ത്യയും ചൈനയും തീരുമാനിച്ചിരുന്നു. ചൈന അവതരിപ്പിക്കുന്ന ഈ പുതിയ നയത്തിന് ഇന്ത്യയുടെ സഹകരണം എത്രത്തിലായിരിക്കുമെന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. പ്രതിഭാധനരെ ചൈന കൈപ്പിടിയിൽ ഒതുക്കിയാൽ പല മേഖലകളിലും ഇപ്പോഴുള്ള മേധാവിത്വം അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടേക്കും. ചൈനയോടടുക്കുന്ന ഇന്ത്യ ഈ നയത്തെ സ്വാഗതം ചെയ്യുമെന്നും ആഗോള ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ മത്സരത്തിന്റെ ഗതിയെ തന്നെ ഈ നയം മാറ്റിമറിച്ചേക്കുമെന്നും വിദഗ്ധർ പറയുന്നുണ്ട്.